ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയെന്ന് നോക്കാം. ചെമ്പരത്തി പൂവ്, അതിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല, മൈലാഞ്ചി ഇല, കരിഞ്ജീരകം, ചെറിയ ഉള്ളി, അലോവേര, നെല്ലിക്ക, ഉലുവ, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് എടുക്കണം. കാരണം അതിൽ എല്ലാ സത്ത് മുഴുവൻ അതിൽ കിട്ടണം. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത് ഇടാന്ന് വെച്ചാൽ എനിക്ക് കസ്റ്റമർ ആദ്യം ഞാൻ ഇതുമാതിരിയുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇതുമാതിരി എണ്ണ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർഡർ വന്ന കാരണം കൊണ്ടും പിന്നെ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവരത് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞു. ആ വീഡിയോ ഒന്ന് കൂടെ കാണണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നത് കസ്റ്റമർകാരൻ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഞാനിത് ഇടുന്നത്. അപ്പോൾ അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത് നമ്മളതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ചീഞ്ചട്ടിയിൽ ഒഴിച്ച് നല്ല കുറുകി വന്നതിൻ്റെ ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ അരച്ച് ഒഴിച്ചതുണ്ടല്ലോ അതൊക്കെ നല്ല കുറുകി എണ്ണ അതിലെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ ആ എണ്ണയുടെ കളറ് തന്നെ മാറും. അതേമാതിരി കുറച്ച് അങ്ങനെ അതിലടിയിൽ ഇങ്ങനെ കിടക്കണം. അത് വന്നിട്ട് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തരി തരി മാതിരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പം എന്നാൽ ശരി എന്നാൽ പറഞ്ഞാൽ വീഡിയോ അങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ ചെറിയ കുട്ടികൾ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തലയിൽ പേനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പേനൊക്കെ 4 ദിവസം തേച്ചിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ പേനെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ തലയിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണയൊക്കെ ഒന്ന് കാച്ചി കൊടുക്കുക. കാച്ചി തലയിൽ തേച്ച് കൊടുത്താലേ ഒക്കെ പേനൊക്കെ പോവും. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.